ഒരു പ്രീമിയം കാറ്റഗറി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു വാൾഡ്രോബ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പരിചയപ്പെടുത്തുന്നത്. ഈ വാൾഡ്രോബ്സ് 3 മെറ്റീരിയൽ തമ്മിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒന്ന് മൾട്ടിവുഡ്, 2 അലുമിനിയം പ്രൊഫൈല്, 3 ഫ്ലക്സി ഫോൾഡ്. ഈ 3 കാറ്റഗറിയിലാണ് നമ്മൾ ഈ വാൾഡ്രോബ്സ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ റാക്ക് കാര്യങ്ങളൊക്കെ മൾട്ടിവുഡിൽ നമ്മൾ റാക്ക് പാർട്ടീഷൻ ചെയ്തിട്ട് നമ്മൾ എഡ്ജ് ബാൻഡ് കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷം അലുമിനിയം പ്രൊഫൈലിൽ, ഇത് അലുമിനിയം മെറ്റലാണ്, അലുമിനിയം പ്രൊഫൈലിൽ നമ്മൾ ഫ്ലക്സി ഫോൾഡിൻ്റെ ഡോറ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അലുമിനിയം പ്രൊഫൈലിൽ ഫ്ലക്സി ഫോൾഡിൻ്റെ ഡോറ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളത് മെറ്റൽ ടൈപ്പ് ആയ കാരണം ഡോറ് കാര്യങ്ങളൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി ആയിട്ട് നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ആയി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലത്തെ റാക്ക് കാര്യങ്ങളൊക്കെ കൂടിയ ബോർഡ് എടുത്ത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മിനിമലായിട്ടുള്ള രീതിയിലുള്ള റേറ്റ് കാര്യങ്ങൾ ഉള്ള രീതിയിലുള്ള മൾട്ടിവുഡ് എടുത്ത് വർക്ക് ചെയ്തിട്ട് നമ്മൾ അലുമിനിയം സെക്ഷനിൽ നമ്മൾ ഫ്ലക്സി ഫോൾഡ് ചെയ്യുമ്പോൾ ഡോറ് കാര്യങ്ങളൊക്കെ നമുക്ക് എഡ്ജസ് കാര്യങ്ങളൊക്കെ പ്രീമിയം കാറ്റഗറി ഡോറുകൾ വരുന്ന പോലെ നമുക്ക് എഡ്ജൊക്കെ നല്ല ഫിനിഷോട് കൂടിയ രീതിയിൽ ഇരിക്കും. അപ്പോൾ ഈ ഒരു ലുക്കിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ, അതായത് ഈ വർക്കിംഗ് മെത്തേഡിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓവർ കോസ്റ്റ് വരില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അതേപോലെ ലോഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അലുമിനിയം പ്രൊഫൈലിൽ PVC ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അലുമിനിയം പ്രൊഫൈലിൽ നമ്മൾ ഈ ഷീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ അടിയിൽ അതേ ഷീറ്റിൻ്റെ അതേ പാറ്റേൺ കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫൈലിൽ ഉപയോഗിക്കുന്ന ഈ സെയിം ഷീറ്റ് നമ്മൾ റൂട്ട് ചെയ്ത് വരുന്ന മെത്തേഡാണ് ഈ ഫ്ലക്സി ഫോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലുമിനിയം വർക്കിൽ ഈ എഡ്ജസ് കാര്യങ്ങളൊക്കെ കാണുന്നത് കണ്ടില്ലേ, അത് നമുക്ക് പൂർണ്ണമായി ഒഴിവാകുന്ന രീതിയിലാണ് ഈ ഫ്ലക്സി ഫോൾഡിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രീമിയം കാറ്റഗറി ലുക്കും കിട്ടും. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളൊരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ഒരു ഡ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ഡെയിലി യൂസിൻ്റെ സാധനങ്ങൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഈ വാൾഡ്രോബ്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാൾഡ്രോബ്സിൻ്റെ സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ഇതിപ്പോൾ 2 ഗ്രീൻ ടൈപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ റോമൻ കർട്ടനാണ്. അതായത് റോമൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീമിയം കാറ്റഗറി വരുന്ന കർട്ടനാണ്. അപ്പോൾ അതേപോലെ ഫോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ റോമൻ കർട്ടൻ വരിക. പിന്നെ അതുപോലെ സിറ്റിംഗ് ഏരിയ നമ്മൾ ഗ്രീന്, നമ്മൾ ഡാർക്ക് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഔട്ട്ലുക്കിൻ്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ചുമരിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു കളർ പാറ്റേണിലാണ് നമ്മുടെ ഈ ഓപ്പോസിറ്റ് ചുമര് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓപ്പോസിറ്റ് ഈ ഡാർക്ക് ഗ്രീന് ലൈറ്റ് ഗ്രീന് വരുന്ന കാരണം അതേ പാറ്റേൺ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു കർട്ടനും സിറ്റിംഗ് ഏരിയയും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്ലുക്കിൽ നമുക്കൊരു പ്രീമിയം കാറ്റഗറി നമുക്ക് ഒരു വാൾഡ്രോബ്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.